ഇന്ന് ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി ലഞ്ച് പ്രിപ്പറേഷനായിട്ട് കിച്ചണിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ലഞ്ച് പ്രിപ്പയർ ചെയ്യാമെന്ന് വെച്ചിരിക്കുന്നത് സ്പെഷ്യൽ മട്ടൻ കറിയാണ്. മട്ടൻ ഞാൻ ഇവിടെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ക്ലീൻ ചെയ്ത് നല്ലപോലെ വിനീഗറൊക്കെ ഒഴിച്ച് നല്ലപോലെ ക്ലീൻ ആക്കി എടുത്തിരിക്കുന്ന മട്ടനാണ്. അപ്പോൾ ഇന്ന് ഹോളിഡേ സ്പെഷ്യലായിട്ട് മട്ടൻ കറിയാണ്. അപ്പോൾ എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് കുക്കിംഗ് ആരംഭിക്കാം. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്ന മട്ടൻ കറി എന്ന് പറയുന്നത് കുക്കറിലാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. നമ്മളെല്ലാവരും ചിക്കനും മട്ടനൊക്കെ ഉണ്ടാക്കേണ്ട കാര്യം ഓർക്കുമ്പോൾ അത് വലിയ പണിയൊന്നും ഓർക്കും. അത് നമ്മൾ വഴറ്റി ഒത്തിരി നേരം നമ്മളത് പാനിലും ഒക്കെ ഇട്ട് വഴറ്റിയൊക്കെ എടുക്കുമ്പോൾ സവോളയൊക്കെ വഴറ്റിയെടുക്കാൻ നമുക്ക് ഒത്തിരി സമയമെടുക്കും. അപ്പോൾ അത് ശരിയാണ്, കുറച്ച് ലെങ്തി പ്രോസസ്സാണ് ചിക്കൻ വയ്ക്കുക മട്ടൻ വയ്ക്കുക എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇന്ന് ഞാൻ ഉണ്ടാക്കുമ്പോൾ അത് വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് വളരെ ഫാസ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മട്ടൻ കറിയാണ്. അപ്പോൾ ഈ മട്ടൻ കറി നിങ്ങളും ഉണ്ടാക്കി നോക്കുക. പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിച്ചോളൂ കേട്ടോ. അത്രയും ഈസി ആയിട്ടുള്ള എന്നാൽ ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ കറി. അപ്പോൾ ഇതിനായിട്ട് ഞാൻ കുക്കർ അവിടെ കഴുകി എടുത്തിട്ടുണ്ട്. കുക്കർ അടുപ്പത്ത് വയ്ക്കാം. ഫുൾ ലഞ്ച് പ്രിപ്പറേഷൻ കിടക്കാണ്. ഇതിൻ്റെ പുറകെ വേണം ചോറ് വയ്ക്കാനായിട്ട്, തോരൻ വയ്ക്കാനായിട്ട്, അതൊക്കെ കിടക്കണം. അപ്പോൾ നമ്മുടെ കുക്കർ ഇവിടെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മട്ടൻ കറി ചിക്കൻ കറിയൊക്കെ വയ്ക്കുമ്പോൾ കടുകെണ്ണയിൽ മസ്റ്റാർഡ് ഓയിലിൽ ഉണ്ടാക്കണമെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിരിക്കും. ഇതൊരു പ്രത്യേക ടിപ്പ് കേട്ടോ. കടുകെണ്ണ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, കിട്ടുന്ന സ്ഥലങ്ങളാണെങ്കിൽ കടുകെണ്ണയിൽ മട്ടൻ കറി ഉണ്ടാക്കിയാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് കടുകെണ്ണയിലാണ്. അപ്പോൾ നല്ലപോലെ കുക്കർ ചൂടായി. അപ്പോൾ ഞാൻ ആവശ്യത്തിന് കടുകെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിൽ നല്ലപോലെ തന്നെ ആവിയൊന്ന് പോകണം. ആ ഓയിലൊക്കെ നല്ലപോലെ ചൂടായി ആവിയൊന്ന് പോയതിന് ശേഷം വേണം നമുക്ക് ഇതിലേക്ക് ഇടേണ്ട ഐറ്റംസുകളൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ കടുകെണ്ണയിൽ നിന്ന് ഇങ്ങനെ ആവി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ചേർക്കുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് ഒരു 3-4 വറ്റൽ മുളക്, പിന്നെ ഒരു വലിയ ഏലക്കായ, പിന്നെ ഒരു 3-4 കരയാമ്പൂ, പിന്നെ കറുകപ്പട്ട 2 കഷ്ണം, പിന്നെ കുരുമുളക്, പിന്നെ ഒരു 5-6 ഏലക്കായ. അപ്പോൾ കറുകപ്പട്ടയുടെ ഇല, ഇതെല്ലാം കൂടെ നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇടാനായിട്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി ഇവിടെ ഒരു 2-3 എണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട്. അപ്പോൾ ഞാൻ ഇതിലേക്കിട്ട ഗരം മസാല ഐറ്റംസുകളെല്ലാം നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന മട്ടൺ പീസുകൾ നമുക്ക് ഡയറക്റ്റായിരിക്കും ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് 2-3 മിനിറ്റ് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മളിതിങ്ങനെ ഒരു 2 സെക്കൻഡ് ഒന്ന് ഈ ഓയിലിലിട്ട് ഈ മട്ടനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ആ ഒരു ഓയിലോ ഒക്കെ ഈ മട്ടനുമൊക്കെ നല്ലപോലെ ഒന്ന് പിടിക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കും. ഒരു 2 മിനിറ്റ് മതി. ഇവിടെ ഞാൻ ഒരു 4 സബോള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വഴറ്റാനൊന്നും നിൽക്കണ്ട. ഞാൻ പറഞ്ഞ കുക്കറിൽ വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു മെത്തേഡ് നമ്മളും ചെയ്യുന്നത്. അപ്പോൾ വഴറ്റാനൊന്നും നിന്ന് നമ്മുടെ സമയം കളയേണ്ട. ഇതിന് നമുക്ക് ഡയറക്റ്റ് ഈ മട്ടൻ്റെ കൂട്ടത്തിലേക്ക് അങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കും. നമ്മൾ മുഴുവനും സവോള കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക്, ഈ 3 ഐറ്റം ഇതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമ്മുടെ അടുത്ത ഐറ്റം തക്കാളി. നമുക്ക് തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ സമയത്ത് ഫ്ലെയിം ഇത്തിരി കൂട്ടി വെച്ചിട്ട് എല്ലാം ഇട്ടതിന് ശേഷം ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് മട്ടനിലേക്കും സവോളയിലേക്കും ഒക്കെ വേണ്ട ആവശ്യത്തിന് വേണ്ട ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ഞാനിപ്പോൾ കുറച്ച് കുറവാണ് ഇട്ടേക്കണം. നമുക്ക് വേണമെങ്കിൽ പിന്നെ കൂട്ടിക്കൊടുക്കും. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട പൊടികളെല്ലാം ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ എൻ്റെ മസാല ടിഫിൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോരോ ഐറ്റമായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇടുന്ന ഐറ്റംസൊക്കെ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇടുന്നത് മഞ്ഞൾപ്പൊടിയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. എൻ്റെ സ്പൂൺ കണ്ടല്ലോ, ഇങ്ങനത്തെ ചെറിയ സ്പൂൺ വെച്ചാണ് ഞാൻ ഇടുന്നത്, ഒരുപാട് ഇടുന്നില്ല കേട്ടോ. ഇനി അടുത്ത് ഞാൻ ഇടുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഞാൻ ഈ സ്പൂൺ കൊണ്ട് ഒരു 3 സ്പൂൺ, കുഞ്ഞി 3 സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്കിനി വേണ്ടത് മുളക് പൊടി. ഇത് സാധാ മുളക് പൊടി കേട്ടോ, എരിവുള്ള മുളക് പൊടി. ഇത് ഞാൻ ഇട്ടിട്ടുണ്ട് ഒരു 2.5 സ്പൂൺ. ഇനി ഞാൻ ഇടുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. അപ്പോൾ അത് നമുക്കൊരു 2 സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്ന അടുത്ത ഐറ്റം എന്ന് പറയുന്നത് മീറ്റ് മസാല, നമ്മുടെ മട്ടൻ മസാല കേട്ടോ. ഇവിടെ ഞങ്ങൾക്ക് UP-യിൽ കിട്ടുന്ന മട്ടൻ മസാലയാണിത്. അപ്പോൾ ഇത് ഞാൻ ഒരു കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും ഒരു 2 സ്പൂണൊക്കെ മതി. ഒരു മട്ടൻ്റെ സ്മെല്ല് ഫ്ലേവറൊക്കെ കിട്ടാനായിട്ട് ബെസ്റ്റാണ്. ഇനി നമുക്ക് ഇവിടെ ചേർക്കേണ്ടത് ഒരു 2-3 തണ്ട്
കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഈ സമയത്തൊക്കെ ഫ്ലെയിമൊക്കെ ഇത്തിരി ഹൈ ആയിട്ടോ ഇരിക്കുന്നത്. കാരണം നമ്മളിപ്പോൾ ഒട്ടും തന്നെ ചൂടില്ലാത്ത മട്ടൺ ഇട്ടേക്കണം. അപ്പോൾ അതൊന്ന് ചൂടായൊക്കെ വരാൻ ടൈം കൊടുക്കും. അപ്പോൾ കുറച്ച് കറിവേപ്പില ഇരിക്കണം. നമുക്കത് മസാലകളൊക്കെ ആയിട്ട് ചേർത്ത് നല്ലപോലെ മിക്സാക്കി കൊടുക്കാം. നമ്മൾ ഈ സമയത്ത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൈമേലേക്ക് നല്ലപോലെ ആവി അടിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇത് നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരുന്നത്. അപ്പോൾ ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഒന്ന് ഫ്ലെയിം ലോ ആക്കി കൊടുക്കാം. നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചു എന്ന് വെച്ച് പെട്ടെന്ന് വെള്ളം വറ്റി കരിഞ്ഞൊന്നും പോകില്ല കേട്ടോ. അത് വെള്ളം വരുള്ളൂ. ഇതിന് കണ്ടോ, ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. വെള്ളം ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുള്ളൂ. നമ്മുടെ സബോളയൊക്കെ നമ്മൾ ഇതിനകത്ത് ഇട്ടല്ലോ. അപ്പോൾ സബോളയിൽ നിന്നും ഇറച്ചിയിൽ നിന്നൊക്കെയുള്ള വെള്ളം എന്താ അങ്ങനെ ഇറങ്ങി വരുള്ളൂ. അപ്പോൾ നമ്മളിത് എല്ലാം ഒരുവിധം നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനലായിട്ട് ഇതിൻ്റെ കൂടെ ചേർക്കേണ്ടവരായിട്ട് നമ്മൾ വീട്ടിൽ പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാലപ്പൊടി. അപ്പോൾ അത് നമുക്കൊരു 2-3 സ്പൂൺ ചേർത്ത് കൊടുക്കണം. അത് ഏറ്റവും അവസാനം എല്ലാ മസാലകളൊക്കെ ചൂടായതിന് ശേഷം നമ്മളിതാ മോളിക്കൂടെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാലയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടെ ഫ്ലെയിം കൂട്ടി വെച്ച് നല്ലപോലെ ഇറക്കി കൊടുക്കുക. ഈ ഹൈ ഫ്ലെയിമിൽ ഇതിന് ചൂടാവട്ടെ. ഇതിവിടെ നിന്ന് ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനകത്തേക്ക് എത്രത്തോളം ഗ്രേവി വേണം, തിക്കായിട്ടുള്ള കറി വേണ്ടവരുണ്ടെങ്കിൽ അധികം വെള്ളം ചേർക്കണ്ട. ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളം എടുക്കുന്നുണ്ട്. അപ്പോൾ ആ വെള്ളം നമ്മൾ വെറുതെ സാധാ വെള്ളം ഒഴിക്കാണ്ട് ഒന്ന് ചൂടാക്കി ഒഴിക്കുക, അല്ലെങ്കിൽ തിളപ്പിച്ച് ഒഴിക്കുക. അപ്പോൾ കറിക്ക് ടേസ്റ്റ് വ്യത്യാസമൊന്നും വരില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും. കണ്ടല്ലോ, ഇതിനകത്ത് വെള്ളം ഇപ്പം തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വെള്ളത്തിൽ നമുക്ക് അടച്ചു വെച്ച് വേണമെങ്കിൽ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല തിക്കായിട്ട് നല്ല കുഴമ്പം പാകത്തിൽ കിട്ടും. പക്ഷേ എനിക്ക് കുറച്ച് ഗ്രേവി വേണം. അപ്പോൾ അത് കാരണം ഞാൻ വെള്ളം 1 ഗ്ലാസ് കൂടെ എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എനിക്കിതാ ഈ ചിക്കനിലേക്ക് ചോറുണ്ടാക്കണം. അപ്പോൾ ചോറുണ്ടാക്കാനായിട്ട് ഞാൻ എന്താ റൈസ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ UP അരി 1 വിസിലുമേ വെന്ത് കിട്ടുന്ന അരിയാണ്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ കഴുകി കുക്കറിലിട്ടാൽ റൈസ് ഇപ്പോൾ തന്നെ റെഡിയാവും. പിന്നെ എനിക്ക് ഉണ്ടാക്കേണ്ട ഐറ്റം എന്ന് പറയുന്നത് ചീരയിലെ തോരനാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടല്ലോ, ചീര വാങ്ങിക്കുന്നത് ചീരയെല്ലാം. അപ്പം അന്ന് എനിക്ക് കിട്ടിയത് അങ്ങനത്തെ പച്ചച്ചീര കേട്ടോ. എനിക്ക് കൂടുതൽ ഇഷ്ടം ചുവന്ന ചീരയാണ്. പക്ഷെ ഇവിടെ കിട്ടിയില്ല, അവിടെ കിട്ടിയത് പച്ചച്ചീര കണ്ടതേ ഞാൻ വാങ്ങിച്ചു. അപ്പം അങ്ങനെ എന്താ പച്ചച്ചീര കഴുകി ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് അടപ്പത്തേക്ക് വെച്ച് അരിയും കഴുകി അടപ്പത്തിട്ടിട്ട് ഇത് കട്ട് ചെയ്യുകയാണെങ്കിൽ ഇല വേവാൻ അധികം നേരം വേണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് കൊണ്ട് ഞാൻ ഇത് അവസാനം ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വെള്ളം ഇവിടെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ആ വെള്ളത്തിനെടുത്ത് ഇതിനകത്തേക്ക് ഒഴിക്കാം. ഞാൻ ഈ 1 ഗ്ലാസ് ഫുൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഞാൻ ഇളക്കിയിട്ട് പോലില്ല. ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ കാണാം. കണ്ടല്ലോ, നമ്മൾ സബോള വഴറ്റിയൊന്നും ഒട്ടും സമയം കളയേണ്ട നല്ല അടിപൊളി മട്ടൻ കറി നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാം. ഈ ഐറ്റംസുകളെല്ലാം ഇട്ട് നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റി മട്ടൻ കറി ആയിരിക്കും. ഇനി നമുക്ക് നല്ലപോലെ വെള്ളമൊക്കെ ചേർത്തതിന് ശേഷം ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കാം. 1 കിലോ മട്ടനാട്ടോ നമ്മളിപ്പോൾ വെക്കുന്നത്. നമ്മളിട്ടിരിക്കുന്ന ഗരം മസാലയും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ടല്ലോ. അപ്പോൾ കുക്കറൊക്കെ തുറക്കുമ്പോൾ നല്ലൊരു അടിപൊളി സ്മെല്ലായിരിക്കും. കടുകെണ്ണയിൽ നമ്മൾ ഉണ്ടാക്കിയേക്കണം, അതിൻ്റെ രുചി വേറെയും. അപ്പോൾ ഇതാ ഇത്രയ്ക്കായി. അപ്പോൾ ഇതിൻ്റെ അടപ്പ് വെച്ച് ഞാൻ ഇത് അടച്ചു കൊടുക്കുന്നു. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് 1 വിസിൽ വേഗം വന്നോട്ടെ. 1 വിസിൽ വന്നു കഴിയുമ്പോൾ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് ആക്കാം, അല്ലെങ്കിൽ ലോയിലേക്ക് ആക്കാം. അതിനുശേഷം വീണ്ടും ഒരു 2 വിസിലും കൂടെ വന്നോട്ടെ. അങ്ങനെ ടോട്ടൽ 3 വിസിൽ. അപ്പോൾ ഫസ്റ്റ് വിസിൽ ആദ്യം വന്ന് കറി വെള്ളമൊക്കെ നല്ലപോലെ ചൂടായതിന് ശേഷം വേഗത്തിൽ തന്നെ ഒരെണ്ണം വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്ലെയിം കൂട്ടിയിരിക്കുക. ഇത് വന്നു കഴിയുമ്പോൾ ഞാൻ ഫ്ലെയിം കുറച്ചിട്ട് 2 കൂടെ വരുത്തി എടുക്കും. അപ്പോഴേക്കും നമ്മുടെ മട്ടൻ വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഈ അരിയൊക്കെ ഒന്ന് കഴുകി കുക്കറിലേക്ക് എടുത്തത്. അപ്പോൾ ഞാൻ എന്താ ഈ സമയം കൊണ്ട് അരിയൊക്കെ കഴുകിയെടുത്തു. അപ്പോഴേക്കും നമുക്കിവിടെ ഒരു 2 വിസിൽ വന്നു കഴിഞ്ഞു കേട്ടോ. ഇനി 1 വിസിലും കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുക്കർ ഓഫാക്കാം. അപ്പോൾ ഇവിടെ ഞാൻ അരി കഴുകി അതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് പിന്നെ ഞാൻ ഉപ്പൊക്കെ ഇട്ടിട്ടുള്ള കുക്ക് ചെയ്യാറ്. ഉപ്പൊക്കെ ഇട്ടു, പിന്നെ ഉപ്പിട്ടു, പിന്നെ ഒരു ശകലം ഓയിലും കൂടെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കുക്കർ അടച്ച് അടുപ്പത്ത് വയ്ക്കാം. നമ്മുടെ ചീരയിലൊക്കെ ഞാൻ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചേട്ടനും കൂടെ സഹായിച്ചത് കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാൻ രണ്ടുപേരും കൂടെ വേഗത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്തു ഇലയൊക്കെ. ഇനി ഇതിലേക്ക് വേണ്ട സബോള, പച്ചമുളക്, വെളുത്തുള്ളി ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് തോരൻ ഉണ്ടാക്കാം. കുക്കറിൽ നിന്ന് 3ാമത്തെ വിസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുക്കർ മാറ്റി വെച്ച് വേഗത്തിൽ തോരൻ ഉണ്ടാക്കാം. തോരൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ എന്താ പാനൊക്കെ കഴുകി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് വേഗം പാൻ അടുപ്പത്ത് വെച്ചു
ചൂടാകുമ്പോൾ നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഇടാനായിട്ട് ഞാൻ എന്താ സബോളയും പച്ചമുളക് ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത്തിരി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്, ഇത്തിരി കറിവേപ്പില എടുത്തിട്ടുണ്ട്. നമ്മുടെ ഐറ്റംസ് ഒക്കെ റെഡി. പിന്നെ തേങ്ങ ചിരവിയത് ഫ്രിഡ്ജിനകത്തേക്കുണ്ട്, ഞാൻ അതും എടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങ ചിരവിയത് ഫ്രിഡ്ജിനകത്തും ഫ്രീസറിനകത്തും ഒക്കെ ആയിട്ട് ഞാൻ വെക്കാറുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാനത് ഫ്രീസറിൽ നിന്ന് എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചതാണ് കേട്ടോ. തണുപ്പ് പോയോന്ന് അറിയില്ല, തണുപ്പ് വിട്ട് വരുന്നതേ ഉള്ളൂ. കണ്ടോ അങ്ങനെ കട്ടയായിട്ടിരിക്കുന്ന ഫ്രീസറിൽ നിന്ന് ഓർമ്മ വന്നപ്പോൾ ഇവിടെ ഭയങ്കര ചൂടാണ്. അപ്പോൾ പുറത്തെടുത്ത് വെച്ച് വേഗം ചീത്തയായി പോകണ്ടെന്ന് വെച്ചിട്ട് ഞാൻ തണുപ്പ് വിട്ടോട്ടെ എന്ന് വെച്ച് ഫ്രിഡ്ജിലേക്ക് ഇറക്കി വെച്ചതാണ്. പക്ഷേ ഫ്രിഡ്ജിലും തണുപ്പ് തന്നെയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് പയ്യെ വിട്ട് വരുന്നതേ ഉള്ളൂ. കുഴപ്പമില്ല, എന്നാൽ നമുക്ക് ആവശ്യത്തിന് എടുക്കാനുള്ളത് കിട്ടും. നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്, നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ഒരു ശകലം കടുകിട്ട് കൊടുക്കാം. അപ്പോൾ അതാ ഓയിലൊക്കെ നല്ലപോലെ ചൂടായി. ഇപ്പോൾ ഞാൻ കടുകിട്ടിട്ടുണ്ട്. അപ്പോൾ അതാ കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഞാൻ എന്താ സവോളയും വെളുത്തുള്ളി നമ്മളിവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുക്കണം. നാട്ടിലത്തെ മഴ കാണുമ്പോൾ ഞങ്ങൾക്ക് കൊതിയാവണം ഇവിടെ മഴ കിട്ടിയിരുന്നെങ്കിൽ എന്ന്. പക്ഷെ നാട്ടിൽ മഴ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒത്തിരി പേരുണ്ട്. അവരോർക്കും അത് ശരിക്കും പറഞ്ഞ വിഷമമാണ്. എത്ര പേരെ മഴയത്തൊക്കെ വീട് വീണും മരം വീണും ഒക്കെ പല പ്രശ്നങ്ങളുണ്ടാവണം. അങ്ങനത്തെ സിറ്റുവേഷൻ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. ആവശ്യം മഴ കിട്ടണം, അത്രേ നമ്മൾ ആഗ്രഹമുള്ളൂ. അപ്പോൾ നാട്ടിലായാലും മഴയാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നുള്ളൂ. അല്ലാതെ മഴ കൊണ്ടുള്ള അപകടങ്ങൾ കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ട. അത് ഭയങ്കര ചൂടാണ്, ഒരു രക്ഷയില്ല, ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത ചൂട്. ഈ വിന്റർ സീസണിലേക്കൊക്കെ കിടക്കുമ്പോൾ നല്ലപോലെ തന്നെ കുറയും നമ്മുടെ ചൂടൊക്കെ. അതിലൊരു ഒക്ടോബർ മാസം വരെ കാത്തിരിക്കണം. പിന്നെ നമ്മുടെ ഒത്തിരി ഫ്രണ്ട്സ് എന്നും ആലുവിനെ പറ്റി ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കമൻസിലൊക്കെ എന്നും കാണാം ആലുവിനെ പറ്റി. ആലുവിൻ സുഖമായിട്ടിരിക്കുന്നു. ഞാൻ 2-3 വീഡിയോ മുമ്പായിട്ട് നിങ്ങളെ വീഡിയോ കോൾ ആൽവിൻ ചെയ്യുന്നതൊക്കെ കാണിച്ചായിരുന്നു. അപ്പോൾ ആൽവിൻ സുഖമായിരിക്കും, കുഴപ്പമൊന്നുമില്ല, ഹാപ്പി ആയി പോകുന്നു. ഇപ്പോൾ ഹോളിഡേയ്സാണ്, ഈ സെപ്റ്റംബറിലെ ക്ലാസ് വന്നു. ആൽവിൻ അവിടെ എൻജോയ് ചെയ്യുന്നു. ഇപ്പോൾ ക്ലാസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട്. പിന്നെ പാർട്ട് ടൈം ഒന്നും ഇതുവരെ ആയിട്ടില്ല. നമ്മുടെ സബോളയൊക്കെ ഇവിടെ നല്ലപോലെ വഴന്നിട്ടുണ്ട്, ബ്രൗൺ ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിന് ഒരു ശകലം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയൊക്കെ ചൂടായി, നമുക്ക് ഇലയിട്ട് കൊടുക്കാം. എക്സാമിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾ എൻ്റെ വീഡിയോ ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും ഒട്ടും മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയൊക്കെ ഷെയർ ചെയ്തൊക്കെ കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഫേസ്ബുക്കിൽ കാണുന്ന ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്, ഒത്തിരി പേര് വീഡിയോ കാണുന്നുണ്ട്, പക്ഷേ ഫോളോ ചെയ്യാൻ മറന്നു പോകുന്നു തോന്നുന്നു. അപ്പോൾ മറന്നു പോകുന്നവർ ഓർത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അതൊക്കെ നമുക്ക് വീഡിയോസ് ഇടാൻ ഒന്നും കൂടെ നമ്മൾ എൻകറേജ് ചെയ്യും. ഇപ്പോൾ ഡെയിലിയൊക്കെ ചിലപ്പോൾ എനിക്ക് ഇടാൻ പറ്റുന്നുണ്ടാവില്ല, കാരണം ഇവിടെ വന്നു കഴിയുമ്പോൾ ഞങ്ങൾക്ക് തിരക്ക ജോലിക്കും പോകണം, അജിമോളുടെ സ്റ്റഡീസ്, വീട്ടിലെ കാര്യങ്ങൾ, ആകെ കുറച്ച് ടൈമൊക്കെ കിട്ടുന്നുള്ളൂ. ഞാൻ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും തന്നെ 2:30 ആവും. പിന്നെ വന്ന് ഫുഡൊക്കെ കഴിച്ച് എല്ലാം കഴിയുമ്പോഴേക്കും തന്നെ 3:30 പ്ലേറ്റൊക്കെ കഴുകിയൊക്കെ വെച്ച് കഴിയുമ്പോഴേക്കും 3:30-4 മണിയൊക്കെ ആവും. പിന്നെ ഞങ്ങളൊന്ന് റെസ്റ്റ് ചെയ്ത് എനിക്കുമ്പോഴേക്കും 5 മണി 5:30 ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ടൈം വളരെ കുറവാണ്. അതൊക്കെയാണ് നമ്മൾ ഡെയിലി വീഡിയോസ് ഇടാത്ത കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ തോരനൊന്ന് ഇളക്കി കൊടുക്കാം. ഇലയായതുകൊണ്ട് ഇതാ വളരെ വേഗത്തിൽ തന്നെ കുക്കായിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് വേണ്ട തേങ്ങയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടെ അടച്ചു വെച്ച് വേവിക്കാം. ചിലരൊക്കെ മുട്ടയൊക്കെ കുത്തിപ്പൊരിച്ചിടുന്നതാണ് അതിനകത്ത്. ഞാൻ മുട്ടയൊന്നും ഇതിനകത്തേക്ക് ചേർക്കുന്നില്ല. ഞാൻ ഇപ്പോൾ തേങ്ങ ഇട്ടേക്കുന്നതുകൊണ്ട് രണ്ടും കൂടെ ഇപ്പോൾ ചേർക്കുന്നില്ല. ഇതൊന്നും കൂടെ കുക്കാവട്ടെ, ഒന്ന് ആവി കയറാനായിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ മട്ടൻ കറി തുറന്ന് നോക്കിയാലോ. കുക്കർ അപ്പോൾ നല്ലപോലെ തന്നെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്കൊന്ന് കുക്കർ തുറന്ന് നോക്കാം. ഇതാ നമ്മുടെ മട്ടൻ കറി നോക്കിയാൽ കുക്കറിൽ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടില്ലെന്ന്. ഞാനിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല, നമ്മൾ കുക്കർ തുറന്നതേ ഉള്ളൂ. ഇനി നമുക്കൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ആവശ്യം ഗ്രേവിയിൽ നല്ലപോലെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഞാൻ എന്താ കുറച്ച് മല്ലിയില കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മുളക്കോടെ ഇട്ട് കൊടുക്കാം, ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട്. ഇനി എന്താ ഇവിടെ ഇത്തിരി കസൂരി മെത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓപ്ഷണലായിട്ടോ, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് എനിക്കിവിടെ വീട്ടിൽ ഇരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇത് ഇത്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു നല്ലൊരു ഫ്ലേവറിനൊക്കെ വേണ്ടിയിട്ട്. നമുക്കൊന്നും കൂടെ ഒന്ന് ഇളക്കിയിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കുക. ആ ഫ്ലേവറൊക്കെ ഒന്ന് ഇതിനകത്ത്
നല്ലപോലെ നിന്ന് കിട്ടാനായിട്ട്. നല്ല അടിപൊളി കറി, വളരെ ടേസ്റ്റി ആയിട്ട്. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഉപ്പുണ്ടോ നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് ഒരു ബുദ്ധിമുട്ടില്ലാതെ ഇപ്പോൾ കണ്ടില്ലേ നിങ്ങളത്തെ സബോള തക്കാളി ഒന്നും നമ്മൾ വഴറ്റാനൊന്നും നിന്നില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി. പക്ഷെ നമ്മൾ വഴറ്റി ഉണ്ടാക്കുന്ന പോലത്തെ അതേ ടേസ്റ്റ് തന്നെയാണ്. ടേസ്റ്റിനൊന്നും ഒട്ടും കുറവില്ല കേട്ടോ, അതേപോലത്തെ ടേസ്റ്റ് തന്നെയാണ്. നിങ്ങൾ ഒരിക്കലും ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ നിങ്ങളുടെ ജോലി വളരെ എളുപ്പം തീർന്നു കിട്ടും. നമ്മുടെ തോരൻ ഒന്നും കൂടെ നമുക്ക് ഇളക്കിയിടാം. ഇനി ഇളക്കിയിടുന്നതായി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. നല്ലപോലെ കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തേക്കുള്ള ചീരത്തോരൻ റെഡി. ഇവിടെ തന്നെ ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ കഴിക്കാനായിട്ട് മാങ്ങ, ഞങ്ങൾ ഇന്നലെ മാർക്കറ്റിൽ പോയി വാങ്ങിച്ച മാങ്ങയാണ്. എൻ്റെ പേര് ചോസ എന്ന് പറഞ്ഞിട്ടുള്ള മാങ്ങയാണ്. നല്ല അടിപൊളി സ്മെല്ലും അതുപോലെ നല്ല ടേസ്റ്റും മധുരമൊക്കെയുള്ള മാങ്ങയാണ്. നമുക്ക് ഭയങ്കര ഇഷ്ടത്. അപ്പോൾ ഇത് ഞാൻ വാഷ് ചെയ്തിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതായി നമുക്ക് ഫുഡ് കഴിഞ്ഞ് കഴിയുമ്പോൾ കഴിക്കാനുള്ള ഫുഡ്. നമ്മുടെ റൈസിൻ്റെ കുക്കർ ഒന്ന് തുറന്ന് നോക്കട്ടെ, റൈസ് ആയില്ലെന്ന്. നമ്മുടെ റൈസ് ഒക്കെ കുക്കായി അടിപൊളിയായിട്ടിരിപ്പുണ്ട്. നല്ല ചൂടൻ ചോറ് റെഡി. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഹോളിഡേ ലഞ്ച് വളരെ വേഗത്തിൽ, ശരിക്കും പറഞ്ഞാൽ ഒരു മണിക്കൂർ കൊണ്ട് ഞാൻ റെഡിയാക്കി ഇപ്പോൾ എല്ലാ ഐറ്റംസും. അപ്പോൾ അതിൻ്റെ ശരിക്കും ഏറ്റവും എളുപ്പമുള്ള പണി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതായിരുന്നു. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന മാതിരി വഴറ്റിയൊക്കെ ഉണ്ടാക്കാൻ പോകുമായിരുന്നെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് എല്ലാം നമുക്ക് വേഗത്തിൽ റെഡിയാക്കാൻ പറ്റില്ല. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾക്ക് ചിക്കനും ഉണ്ടാക്കാം, അതുപോലെ തന്നെ മട്ടനൊക്കെ ഇതേ രീതിയിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ. ചിക്കൻ ഞാൻ ഇനി എന്തെങ്കിലും വാങ്ങിക്കുമ്പോൾ അപ്പോൾ ഞാൻ ഉണ്ടാക്കി കാണിക്കാം. അപ്പോൾ ഇത്രയ്ക്കൊക്കെയുള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ ഹോളിഡേ വിശേഷങ്ങൾ. വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.